ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും അനാരോഗ്യകരമായിട്ടുള്ള സാഹചര്യം വന്നു ചേരുക എന്ന് പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ എന്തെങ്കിലും കാരണം കൊണ്ട് അത്തരത്തിലൊരു സാഹചര്യം വന്നു ചേരുന്ന പക്ഷം അത് നമ്മുടെ ശരീരം കൃത്യമായി നമ്മളെ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ അത് നാം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കഴിഞ്ഞ ദിവസം ഓൺലൈൻ കൺസൾട്ടേഷനിൽ ഞാൻ കൺസൾട്ട് ചെയ്ത പേഷ്യൻ്റ് അദ്ദേഹത്തിന് മുട്ടുവേദനയെക്കുറിച്ച് പറഞ്ഞ് പല കാര്യങ്ങളും സൂചിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായത്തെ കണക്കിലെടുത്തുകൊണ്ട് ഒരു എക്സ്റേ ചെയ്തു നോക്കാനും അതുപോലെ തന്നെ ഒരു സ്കാനിങ് ചെയ്യുന്നതിന് ഞാൻ നിർദ്ദേശിച്ചു. അതിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഏർലി ചേഞ്ചസ്, തേയ്മാനം തുടക്കത്തിലുള്ളൊരു ഘട്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ എന്നെ അതിലേറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ എത്രത്തോളം കൃത്യമായി അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്ന് പലരിലും മിസ്സാവുന്ന ഒരു കാര്യം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏത് ചെറിയ അസുഖങ്ങളായിക്കോട്ടെ, എത്രയും വലിയ അസുഖങ്ങളായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം തന്നെ ഒരു സിംറ്റം എന്നുള്ള രീതിയിൽ ശരീരം പലതരത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും അല്ലെങ്കിൽ നാം സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തെ നാം സ്നേഹിക്കാത്തതും അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പരിപാലിക്കാതെ പോകുന്നത് കൊണ്ടാണ് നാം ഇത് തിരിച്ചറിയാതെ പോകുന്നത്. കൃത്യമായ ദിനചര്യകൾ ഫോളോ ചെയ്യും, ശരീരത്തിനെ പരിപാലിക്കേണ്ട തരത്തിൽ പരിപാലിക്കുകയും ചെയ്യുന്ന പക്ഷം ശരീരം കാണിച്ചു തരുന്ന ഈ സിംറ്റംസ് എല്ലാം തന്നെ, അതൊരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിക്കോട്ടെ, അല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടിലാവുന്ന ക്യാൻസർ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം തന്നെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മളെ സഹായിക്കാനും ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നാം തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് റിക്കവറി സ്റ്റേജിലൂടെ വരാനും അതുപോലെ തന്നെ പഴയ രീതിയിലുള്ളൊരു ജീവിതശൈലിയിലോട്ട് വരാനും ഇത് സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ കൃത്യമായി സ്നേഹിക്കുക, കൃത്യമായ ഇടവേളകളിൽ പരിപാലനം ചെയ്യുക. ശരീരം തന്നെ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെ പ്രായാധിക്യം കൊണ്ടാണെങ്കിലും മറ്റവസ്ഥകൾ കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങളെ കൃത്യമായ രീതിയിൽ കാണിച്ചു തരുന്നതാണ്. അത് നിങ്ങളുടെ ഡയഗ്നോസിസിനെ ഏറ്റവും എളുപ്പത്തിലാക്കാനും ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സകൾ നൽകാനും സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്.